ഹരേ കൃഷ്ണ. ഹനുമാൻ വീരഹനുമാനായ കഥയാണ് ഞാനിവിടെ പറയുന്നത്. കാശിയിലെ രാജാവായിരുന്നു യയാതി. പ്രജാക്ഷേമ തൽപരനും ദാനധർമാദികൾ നിപുണനുമായ അദ്ദേഹം സമ്പൽ സമൃദ്ധിയോടെ രാജ്യം ഭരിച്ചു വന്നു. അദ്ദേഹം ഒരു പരമ ശ്രീരാമഭക്തൻ കൂടിയായിരുന്നു. ഒരിക്കൽ നായാട്ടിനായി കാട്ടിലേക്ക് പോയ യയാതി അവിടെ വെച്ചു വിശ്വാമിത്ര മഹർഷിയെ കാണാനിടയായി. യയാതി മഹാരാജാവ് മഹർഷിയെ ആദരിച്ചില്ലെന്ന കാരണത്താൽ മുനി കോപിഷ്ഠനായി യയാതിയെ ശപിച്ചു. വെറുമൊരു രാജാവായ നീ നമ്മെ കണ്ടിട്ട് കാണാത്ത മട്ട് നടിച്ച് നമ്മെ അവഹേളിച്ചതിനാൽ നിന്റെ ശിരസ് നമ്മുടെ കാൽക്കൽ വീഴിക്കും. ഇത് സത്യമാണ്. ശാപം കേട്ട് യയാതി മഹാരാജാവ് ദുഃഖിച്ചു. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് മഹർഷിയുടെ മാപ്പിരുന്നെങ്കിലും മുനി അതൊന്നും ചെവിക്കൊണ്ടില്ല. യയാതിയെ ശപിച്ച ശേഷം വിശ്വാമിത്ര മഹർഷി ശ്രീരാമന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ആജ്ഞാപിച്ചു: ശ്രീരാമചന്ദ്ര, നീ നമ്മുടെ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ നമ്മെ നിന്ദിച്ച യയാതിയുടെ ശിരസ്സറുത്ത് നമ്മുടെ കാൽക്കൽ കൊണ്ടുവരിക. അത് കേട്ട് രാമചന്ദ്രൻ ഞെട്ടി. മുനി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതിനു മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ശ്രീരാമ, നാം പറഞ്ഞതനുസരിച്ചാൽ മാത്രം മതി, ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോപിഷ്ഠനായി മുനി തടകൊണ്ടു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: ഗുരുഭൂത, ഒന്ന് നിൽക്കൂ, നിൽക്കൂ ഗുരുവേ. എന്നാൽ വിശ്വാമിത്രൻ ശ്രീരാമന്റെ വാക്കുകൾ ശ്രദ്ധിക്കാത്ത മട്ടിൽ സ്ഥലം വിട്ടു. നമ്മെ പൂജിക്കുന്ന നമ്മുടെ ഭക്തനായ കാശിരാജാവ്, വിശ്വാമിത്രനാണെങ്കിൽ ഗുരുവും, യയാതിയെ എങ്ങനെ വധിക്കും? ഗുരുവിൻ്റെ ആജ്ഞ എങ്ങനെ നിരസിക്കും? ശ്രീരാമൻ ഇങ്ങനെ പലതും ചിന്തിച്ചു നിന്നപ്പോൾ അവിടെ വന്നെത്തിയ നാരദൻ ആരോടെന്നില്ലാതെ പുലമ്പി: ഇനി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കണ്ട് രസിക്കാം. നാരായണ നാരായണ. ഭരത, ശത്രുഘ്ന, ലക്ഷ്മണ കുമാരന്മാരും സഭാവാസികളും വിശ്വാമിത്രന്റെ ആവശ്യത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കെ തന്നെ നാരദമുനി അപ്രത്യക്ഷനായി. ഒടുവിൽ ഗുരുഭൂതന്റെ ശബ്ദം നിറവേറ്റുക തന്നെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് ശ്രീരാമൻ മന്ത്രിയെ വിളിച്ച് ഇങ്ങനെ ഉണർത്തിച്ചു: സുമന്ത്രർ, നമുക്ക് കാശിരാജൻ യയാതിയെ വധിക്കേണ്ടിയിരിക്കുന്നു. ഗുരുവിൻ്റെ ആജ്ഞയാണ്. പ്രഭു, ഞാൻ ഉടൻ തന്നെ സൈന്യത്തെ സജ്ജമാക്കാം. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: വേണ്ട, നാം